ചില രചന നിറഞ്ഞവരെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു പറയുകയാണ്, നിങ്ങളെല്ലാവരും ഒരുങ്ങിയിരിക്കണം. കാരണം പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ കള്ളൻ കടന്നു വരുന്നത് പോലെയാണ് മനുഷ്യപുത്രന്റെ ദിവസവും കടന്നു വരിക എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അവസാനം നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു സമയത്ത് കടന്നു വരും എന്നുള്ളതാണ്. ഓണത്തിന്റെ സീസണാണ്, ഒരുപാട് സിനിമകളൊക്കെ ഇറങ്ങുന്ന സീസണാണ്. കുട്ടികൾക്ക് വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് സിനിമകളൊക്കെ കാണുന്ന സമയം കൂടിയാണ്. ചില സിനിമകളിൽ നമ്മളിങ്ങനെ വളരെ നോർമലായിട്ട് പോകുന്ന സിനിമകൾ നമുക്ക് കാര്യമായിട്ട് ഇഷ്ടപ്പെടണമെന്നൊന്നുമില്ല. എന്നാൽ ചില സിനിമകളിൽ ഭയങ്കരമായിട്ട് പെട്ടെന്ന് വരുന്ന ചില ട്വിസ്റ്റുകളുണ്ട്, അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. കാരണം നല്ല സസ്പെൻസ് ഉള്ള ചില സിനിമകൾ, അത് നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ കഥയിൽ പെട്ടെന്നൊരു ഒരു ട്വിസ്റ്റൊക്കെ വരുന്ന സിനിമകൾ നമുക്ക് ഇഷ്ടമാണ്. ഇന്നത്തെ സുവിശേഷ യേശു നമ്മളോട് പറയുകയാണ്, നമ്മുടെ ജീവിതവും ഇതുപോലൊക്കെ തന്നെയായിരിക്കും. അതായത് പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ പലതും സംഭവിക്കും. പ്രതീക്ഷിക്കാത്ത മണിക്കൂറിൽ കടന്നു വരുന്ന ചില ട്വിസ്റ്റുകളെ പോലെ മനുഷ്യപുത്രനും നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന് ഈശോ ഇന്നത്തെ സുവിശേഷത്തിലൂടെ നമ്മൾ ഓർമ്മിപ്പിക്കുകയാണ്. മഴക്കാലമാണ്, നമ്മൾ പലപ്പോഴും ഈ കുട എടുക്കാനായിട്ട് മറന്നു പോകാറുണ്ട്. ചിലര് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ കുട കൂടെ കരുതാറുണ്ട്. പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു മഴ വരുമ്പോൾ കുട കൂടെയുള്ളവർക്ക് ടെൻഷനൊന്നുമില്ല. കാരണം ഏത് സമയത്ത് മഴ വന്നാലും എനിക്ക് കുഴപ്പമില്ല, കാരണം എൻ്റെ കയ്യിൽ കുടയുണ്ട്, ഞാൻ ഒരുങ്ങിയാണ് ഇരിക്കുന്നത്. അതേസമയം കുട എടുക്കാത്ത ഒരാളെ സംബന്ധിച്ച് ഏത് സമയം മഴ വരുമോ എന്നാലോചിച്ച് ഒരു ആശങ്കയിലാണ്. കാരണം എന്താണ്, അവൻ ഒരുങ്ങിയിട്ടില്ല, ഒരുക്കമില്ലാതെയാണ് അവൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുള്ളത് എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നത്തെ സുവിശേഷത്തിൽ യേശു നമ്മളോട് പറയുകയാണ്, നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് മനുഷ്യപുത്രൻ കടന്നു വരും, അല്ലെങ്കിൽ നമ്മുടെ മരണം കടന്നു വരും. ആ സമയത്ത് നിങ്ങൾ ഒരുക്കമുള്ളവരാണെങ്കിൽ നിങ്ങൾ അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. കുറച്ച് ഒരുക്കമില്ലാത്തവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ടെൻഷനായിരിക്കും. സുവിശേഷ ഭാഗം വായിച്ച് കഴിയുമ്പോൾ ഒരുക്കമുള്ളവരായി കാണപ്പെടാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മളെല്ലാവരെയും സമൃദ്ധമായിട്ട്